വെറും ഒരു മിനിറ്റ് കൊണ്ട് എത്ര വലിയ കരിവാളിപ്പും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിലാണ്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന്റെ മാറ്റം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും. എന്താണ് കാര്യമെന്നുള്ളത് പറയാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖം കരിവാളിക്കുന്നത്. മുഖം മാത്രമല്ല, കൈയും കാലും ഒക്കെ കരിവാളിക്കുന്നത്. കരിവാളിപ്പ് വെറും പെട്ടെന്ന് തന്നെ മാറ്റാൻ, അതും ഒരു മിനിറ്റിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്. പ്രത്യേകിച്ച് മുഖത്തും കൈകളിലും ഒക്കെ കരിവാളിച്ചിരുന്നാൽ വളരെയധികം സങ്കടമാണ് നമുക്കുണ്ടാകുന്നത്. സൺസ്ക്രീം ഇട്ടാലും നമ്മുടെ സ്കിൻ നമ്മളിപ്പോൾ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പലരുടെയും കരിവാളിക്കാറുണ്ട്. ആ ഒരു കരിവാളിപ്പ് കാരണം നമ്മൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് വിഷമിക്കേണ്ട. അതാ ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ എവിടാണ് കരിവാളിപ്പുള്ളത് അവിടെ ഒന്ന് ഇടുക ഈ പാക്ക്. അതിനുശേഷം ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുടച്ചു നോക്ക്. കരിവാളിപ്പ് പോയിട്ട് ആ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കിയാലോ. പാക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താൻ പ്രകൃതിദത്തമായ ഒന്നാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ച എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, അതായത് പൊട്ടറ്റോ, അത് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ നല്ല പോലെ മോയ്സ്ചറൈസർ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമ്മുടെ ആട്ടപ്പൊടിയിൽ നിന്നും സാധിക്കും. ഇനി അതിനുശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്തത് കടലമാവിൻ്റെ പൊടിയാണ്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി. അത് 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം പൊട്ടറ്റോ ജ്യൂസ് ചേർക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്റ്റ് നൽകാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആണ് ചേർക്കുന്നത്. റോസ് വാട്ടർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിന് പകരം റൈസ് വാട്ടർ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ലെമൺ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. കുറച്ച് സ്പൂണിൽ പറ്റിയിരിപ്പുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കേണ്ടതാണ്. ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇനി എത്ര വെയിലത്ത് പോയാൽ ഒരു രീതിയിലും കരിവാളിക്കില്ല കേട്ടോ. എന്തായാലും ഞാനിവിടെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് നല്ല പോലെ കരിവാളിച്ചിരിപ്പുണ്ട്. അവിടേക്കാണ് ഈ ഒരു പാക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം 3 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ വെക്കല്. അത് നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ ആ ഒരു പാക്ക് വലിച്ചെടുക്കും. അപ്പം ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. 3 മിനിറ്റ് ശേഷമുള്ള തുടച്ചപ്പോൾ മാറ്റം കണ്ടല്ലോ. ആ ഒരു പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ. എളുപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് കരിവാളിപ്പ് തുടച്ചു മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.